കണ്ടപ്പോൾ നല്ല രസം തോന്നി, അങ്ങനെ പറിച്ചതാ. പുളിയുണ്ടോ? പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്നലെ ഇല്ലേ ഞങ്ങൾ വന്നത്, ഇന്നലെ രാത്രിയില്ല. എന്നാ നമുക്ക് മുളക് കഴിക്കാം. എന്ത് മുളകാ ഇത്? കാന്താരി മുളകാ. കൈ നീറും കേട്ടാ കാന്താരി മുളക് അങ്ങനെ പറിച്ച. പതുക്കെ പറിക്കണേ. ഞാൻ പറിക്കാം. നമുക്ക് അറിയത്തില്ല പഠിക്കാൻ. കയ്യിലെല്ലാം പഴുത്തത് പറിച്ചാലുണ്ടല്ലോ, കയ്യിലെല്ലാം നീറും, കൈ എരിയും. അതെ, ഭയങ്കര പാടാ. പിന്നെ കണ്ണിലെങ്ങാനും കൊണ്ടാലുണ്ടല്ലോ ഭയങ്കര പാടായിരിക്കും. ഞാൻ പറിച്ചോളാം, കുഞ്ഞു പറിക്കണ്ട കേട്ടോ. പറിച്ചാൽ കുഴപ്പമുണ്ട്, ഞാൻ പറിച്ചോളാം. അപ്പം ഞാൻ പറിക്കാം. അതെ, അമ്മമ്മയുടെ അടുത്ത് പോയിരുന്നോ? അതാ ഇത്രയും കാന്താരിമുളക് നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മളിതാ നാട്ടിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ശാമിക മോൾ ആദ്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പം അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഇരുമ്പംപുളി മരം നിൽപ്പുണ്ട്. പക്ഷെ അതിൽ ഒരു കായേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇരുമ്പംപുളി മരത്തിന് ചുറ്റും ഉറുമ്പാണ് കേട്ടോ ഇങ്ങനെ കൂട് കൂട്ടി വെച്ചിരിക്കുന്നത്. ഉറുമ്പ് താഴെ കുഴി പോലെ ആക്കി മണ്ണെല്ലാം കോരി ഇങ്ങനെ നമ്മൾ മണ്ണിങ്ങനെ വെച്ചിരിക്കുന്ന പോലെ ഉറുമ്പ് ഇങ്ങനെ കൂട് കൂട്ടി വെച്ചിരിക്കുന്നത് നോക്കിയേ. കറുത്ത ഒരു സൈസ് ഉറുമ്പാണ് കേട്ടോ. കടിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, കറുത്ത കളറിലിരിക്കുന്ന ഉറുമ്പാണിത്. നോക്കുക, ആ പുളിയുടെ ചുറ്റും സൈഡിങ്ങനെ കല്ലൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയിരിക്കുന്ന പോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുഞ്ഞ് നാട്ടിൻപുറത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആണേ. അതിൻ്റെ കൂട്ടിൽ മൊത്തം അത് ഉറുമ്പിൻ്റെ കൂടാ. അത് ഉറുമ്പ് കൂടുണ്ടാക്കി വെച്ചേക്കുന്ന. പറിക്ക്, ആ പുളി പറിക്ക്. ടേസ്റ്റ് നോക്കിയിട്ട് പറയണേ, എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. പറിച്ച് കഴിച്ചിട്ട് പറയണം. ഇങ്ങോട്ട് നോക്കിയിട്ട് കഴിച്ചിട്ട് പറ, എങ്ങനെയുണ്ടെന്ന് പറ. പുളിയുണ്ടോ? കടിച്ച് തിന്നാൻ പറ്റുമോ അത്? ഒന്നും കൂടെ കടിക്ക്. ഇങ്ങോട്ട് നോക്കിയിട്ട്. പുളിയില്ല. ആ പുളി തന്നിട്ട് പുളിയില്ലെന്ന്. സൂപ്പറാണോ? അതെ, ഇച്ചിരി മുളകും ഉപ്പും ഒക്കെ ഇട്ട് തിന്നാം. അങ്ങനെ മുളകും പറിച്ച് പുളിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പറമ്പിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടു കേട്ടോ. അതെന്താണെന്ന് നിങ്ങളൊന്ന് പറയണേ. ഇതെന്താണെന്നറിയാവോ? കോവയ്ക്ക നല്ല വലിയ കോവയ്ക്ക പഴുത്ത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കോവയ്ക്ക കടിച്ച് തിന്നാൻ തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോവയ്ക്ക ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത്? അതെ, പറിക്കല്ലേ, വീഡിയോ എടുത്തിട്ട് പറിക്കുക. കണ്ട? നിക്ക് അതാക്കല്ല്. അങ്ങനെ ആക്കല്ല്, അത് വീഡിയോ എടുക്കട്ടെ. ഇത് ഒരു കോവൽ ഇതിൻ്റെ മേളിൽ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഇങ്ങനെ നിലത്തോടെ ഇങ്ങനെ പടന്ന് കിടക്കുക. കോവലിൻ്റെ ഇല കണ്ട? അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ പഴുത്ത് കിടന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ. കണ്ട? ഓക്കെ, ഞാൻ പറിച്ചേ. നോക്കി, കണ്ടപ്പോൾ നല്ല രസം തോന്നി, അങ്ങനെ പറിച്ചതാ. മധുരം ഉണ്ടോ അറിയില്ല. നല്ല ഫ്രഷ് കോവയ്ക്കാപ്പഴം. നോക്ക്, അതിനുള്ളിൽ അരിയൊക്കെ നോക്ക്, എന്നാ വലുതാന്ന് നോക്ക്. കളഞ്ഞേക്കാം, പോയി. അപ്പോൾ കോവയ്ക്കയൊക്കെ പറിച്ച് കഴിഞ്ഞ് നമ്മളിതാ ഒരു ചെറിയ വാഴക്കൊലയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഏത്തവാഴയൊന്നുമല്ല, ഒരു നാടൻ പൂവൻ വാഴയോ അങ്ങനെയൊക്കെ പറയുമല്ലേ, അതുപോലത്തെ ഒരു വാഴയാണ് കേട്ടോ. പകുതി പഴുത്ത് കിളി അതിൽ നിന്ന് തിന്ന് പോയി. അത് കഴിഞ്ഞാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കൊലയൊക്കെ വെട്ടി പിന്നെ ഞങ്ങൾ പാടത്തിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഉച്ചയായതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് പിന്നെ പാടത്തൊന്നും ഇറങ്ങിയില്ല. ശാമികയ്ക്ക് മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ മീൻ പിടിക്കാൻ വൈകുന്നേരം പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ
പോയില്ല കേട്ടോ. അപ്പോൾ കൊലയൊക്കെ വെട്ടിതാ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻപുറത്തെ ചെറിയ ചെറിയ കുഞ്ഞു വിശേഷങ്ങളെ. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാരുടെ അടുത്തും സ്നേഹത്തോടെ ടാറ്റാ ബൈ ബൈ.